സർ, ഇവിടെ ഭരണകക്ഷിയിലെ MLA-മാർ സംസാരിക്കുമ്പോൾ കേരളപ്പിറവിക്ക് ശേഷം കേരളം ഈ 9 വർഷത്തെ ഭരണകാലയളവിൽ വലിയ നേട്ടങ്ങൾ നേടിയ രീതിയിലാണ് സംസാരിച്ചത്. സർ, ഇപ്പോൾ നമ്മൾ എന്താണ് സർ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്? കേരളപ്പിറവിക്ക് ശേഷം ഈ സഭയിൽ പോലും നമ്മൾ വരും തലമുറയുടെ ഭയാനകമായ ലഹരിയെക്കുറിച്ച്, അവരുടെ ക്രിമിനൽ വാസനയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത്. തലസ്ഥാന നഗരിയിൽ വെഞ്ഞാറമൂട് നടന്ന ഒരു കൊലപാതകം നമ്മളിപ്പോഴും ആ ഒരു ഞെട്ടലിൽ നിന്ന് മോചിതരായിട്ടില്ല. താമരശ്ശേരിയിൽ ഈ പ്രാവശ്യം 10ാം ക്ലാസ് പരീക്ഷ എഴുതേണ്ട സാൽബാസ് എന്ന് പറയുന്ന കുട്ടിയെ സഹപാഠികൾ കൊലപ്പെടുത്തിയ വാർത്തയിൽ നിന്നും നമ്മൾ മോചിതരായിട്ടില്ല. അതിനിടയിലാണ് വലിയ വാർത്താ പ്രാധാന്യം വൈകി ലഭിച്ച മഞ്ചേശ്വരം മണ്ഡലത്തിലെ പയ്യോളിക പഞ്ചായത്തിലെ മണ്ടക്കാപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഫെബ്രുവരി മാസം 12-ാം തീയതി SLCക്ക് ഈ പ്രാവശ്യം പരീക്ഷ എഴുതേണ്ട ശ്രേയ എന്ന് പറയുന്ന ഒരു കുട്ടി മിസ്സാവുന്നത്. ആ കുടുംബം അന്ന് MLA എന്ന നിലയ്ക്ക് എന്നെ ബന്ധപ്പെട്ടിരുന്നു, പോലീസിൽ പരാതി നൽകി. അപ്പോഴാണ് അറിയുന്നത് തൊട്ടപ്പുറത്ത് പ്രദീപ് എന്ന് പറയുന്ന 42 വയസ്സിൻ്റെ ഒരു ചെറുപ്പക്കാരൻ കൂടി മിസ്സായി എന്ന് അറിയാൻ കഴിഞ്ഞു. ഫെബ്രുവരി മാസം 12-ാം തീയതി ഒരു മിസ്സിങ് നടന്നു. ആ കുടുംബം പോലീസിൻ്റെ എല്ലാ വാതിലുകളും മുട്ടി 25 മാസം വരെ അവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടായി. MLA എന്ന നിലയ്ക്ക് കഴിഞ്ഞ സഭാ സമ്മേളനം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങിയപ്പോൾ ആ കുടുംബം കണ്ണീരോടുകൂടി എൻ്റെ ഓഫീസിൽ വന്നു. ഞാൻ ആ വീട് സന്ദർശിച്ചു. സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനൊരു തീരുമാനമെടുത്തു. SP-യോടും DGP-യോടും വളരെ ശക്തമായി ആ വിഷയം ഉന്നയിച്ചതിന് ശേഷം നാട്ടുകാരും പോലീസും സംയുക്തമായി കഴിഞ്ഞ മാർച്ച് മാസം 9-ാം തീയതി ആ വീടിൻ്റെ പരിസരത്ത് ഒരു തെരച്ചിൽ നടത്തിയപ്പോൾ വീടിന് 200 മീറ്റർ അകലെ ശ്രേയ എന്ന് പറയുന്ന 15 വയസ്സിൻ്റെ കുട്ടിയും 42-കാരൻ്റെയും തൂങ്ങി നിൽക്കുന്ന എല്ലായി മാറിയ 2 മൃതദേഹങ്ങളാണ് കാണാൻ കഴിഞ്ഞത്. സർ, ഞാൻ 45 വർഷക്കാലം എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ലോറിയിൽ മിസ്സായ ഗംഗാവലിപ്പുഴയിൽ അർജുന് വേണ്ടി മഴയത്തും വെയിലത്തും ഞാൻ ശിരൂരിലുണ്ടായിരുന്നു. അവസാനമായി അർജുൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുമ്പോൾ കാർവാർ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ഏറെ നന്ദിയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ MLA പ്രിയ സുഹൃത്ത് സതീഷ് കൃഷ്ണ സ്റ്റൈലിൻ്റെ കൂടെ അർജുൻ്റെ അമ്മയ്ക്ക് ആ മൃതദേഹം ആംബുലൻസിൻ്റെ കൂടെ കോഴിക്കോട്ടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അന്ന് അർജുൻ്റെ ബോഡി കിട്ടിയപ്പോഴാണ് കരഞ്ഞത്. രണ്ടാമത് അതേ ഓർമ്മകൾ അലതല്ലുന്ന ഒരു സീനായിരുന്നു അന്ന് കണ്ടത്. പോലീസിനോട് ചോദിക്കുമ്പോൾ പോലീസ് പറഞ്ഞത്, ഞങ്ങൾ ഡ്രോൺ പരത്തി പരിശോധിച്ചു, സംയുക്ത പോലീസ് പരിശോധന നടത്തി. ഇത് 9-ാം തീയതി പോലീസും നാട്ടുകാരും സംയുക്തമായി പരിശോധന നടത്തിയപ്പോഴാണ് സർ കാണുന്നത്. എന്ത് സംഭവിച്ചു സർ നമ്മുടെ പോലീസിന്? 200 മീറ്റർ അകലെ ഒരു 15 വയസ്സിൻ്റെ കുട്ടിയും ഒരു 42 വയസ്സുകാരനും മിസ്സായി. അത് കണ്ടുപിടിക്കാൻ കഴിയാത്ത കേരളത്തിൻ്റെ ക്രമസമാധാന നിലയും ഈ ഭരണമല്ലേ സർ ഇവിടെ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണം തികച്ചും മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ പോലും കേരളപ്പിറവിക്ക് ശേഷം നമ്മൾ നേടിയെടുത്ത നേട്ടങ്ങൾ നമ്മളെ തലതാഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്.